നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സന്തോഷം എന്നിവ നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം. എന്നാൽ ഏവരും ആഗ്രഹിച്ചതുപോലെ തന്നെ വ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മെയ് മാസം ആദ്യത്തോടെ തന്നെ ഏവരും ആഗ്രഹിച്ച വ്യാഴമാറ്റം സംഭവിക്കും. ഈ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നു. എന്നാൽ ഞാൻ ഈ പറയുന്ന ഒരു 3 നക്ഷത്രങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ്. ഇവർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന കാര്യവും ഓർക്കുക. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വ്യാഴമാറ്റം മൂലം ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വ്യാഴമാറ്റം മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ, ഉയർച്ച തേടിയെത്തുന്ന ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും. ബന്ധു സമാഗമം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. വിരുന്നുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറകിലേക്ക് പോകുവാൻ, ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവായി പോകുവാൻ സാധ്യത കൂടുതലാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികപരമായ മെച്ചം, മനസന്തോഷം, ശുഭവാർത്താ ശ്രവണം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മവിശ്വാസം പെട്ടെന്ന് വർദ്ധിക്കും. ഇത് നിങ്ങളുടെ പ്രവൃത്തിയെ അനുകൂലമായി അത് ബാധിക്കും എന്ന് പറഞ്ഞാൽ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. നവസംരംഭങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ധനപരമായി വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വളരെ വേഗമാണ് ഉയർച്ച വന്നു ചേരുക. അതിനാൽ തീർച്ചയായും അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ഇവർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിൽ പ്രധാനമായും പറയേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമായി ജന്മരാശിയിൽ തുടരുന്ന വ്യാഴം വളർച്ചയ്ക്ക് പ്രതിബന്ധം സൃഷ്ടിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ വ്യാഴം അനുകൂലമായ 2ാം ഭാവത്തിലേക്ക് അഥവാ ഇടവം രാശിയിലേക്ക് മാറുന്നതിനാൽ ഗുണകരമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തെളിഞ്ഞ ചിന്ത വന്നു ചേരുന്ന സമയമാണ്. ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പുരോഗതിയിലേക്ക് വഴി തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഉന്നതമായ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്കും അർഹമായ അവസരങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ സമയം വന്നു ചേരാം. സ്വതന്ത്ര ചുമതല പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മനക്ലേശങ്ങളും വിഷാദമായ ഭാവങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നതായ സമയമാകുന്നു.
ഈ സമയം തെറ്റായ പല തീരുമാനങ്ങളും തിരുത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ കർമ്മരംഗത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉയർച്ച നേടുവാൻ സാധിക്കും. അന്യദിക്കിലേക്ക്, അതായത് വിദേശത്തേക്ക് പോലും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അകന്നു പോകുന്നതായ സമയം തന്നെയാണ് ഇത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിലവിലെ ജോലി ഉപേക്ഷിക്കുകയും പുതിയ ജോലി ലഭിക്കുകയും ചെയ്യാം. എന്നാൽ നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നതാണ് ശുഭകരം. കച്ചവടം, ദിവസവേതനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. വരുമാനം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മക്കളുടെ ശ്രേയസ് ഉയരുന്നതാണ്. അതിന് അനുകൂലമായ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കും. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹത്തിന് സാധ്യത കൂടുതലാണ്. വിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കി ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വലിയ രീതിയിലുള്ള മുതൽ മുടക്കുള്ള ബിസിനസ്സുകളിൽ നിന്നും ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വളരെ വേഗം നേട്ടങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ അറിയേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷകരമായി വന്ന് ഭവിക്കാം. ഈ സമയം പല കാര്യങ്ങളിലും തെളിച്ചം വന്ന് ചേരുന്നതായ സമയമാണ്. ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയം. വരവ് മോശമാവില്ല എന്ന് തന്നെ പറയാം. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഗൃഹനിർമ്മാണം പ്രതീക്ഷിച്ചതിലും നേരത്തെ തീരുകയോ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. വളരെ ശുഭകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സംഭാവനകൾ പോലും ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും. ജോലി ലഭിക്കുവാനും പുതിയ ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം ദാമ്പത്യ സുഖം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹം വന്നു ചേരുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. വ്യാഴമാറ്റം മുതൽ ഇവർക്ക് വന്നു ചേരുക. പല കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും മേൽക്കൈ നേടുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിൽ മേൽക്കൈ നേടുവാൻ സാധിക്കും. കൃഷി കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും. ഈ സമയം പരീക്ഷാ വിജയം പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഉദ്യോഗസ്ഥർക്ക് വേതനം ഉയരുന്നതായ സമയം. സ്ഥാനക്കയറ്റത്തിനും ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനും സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക നില ഉയരും. അവിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പ്രണയ സാഫല്യം വന്നു ചേരാം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് പോലും സന്താനപ്രാപ്തി വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുതൽ മുടക്കുകൾക്ക് അനുസരിച്ചുള്ള ലാഭം വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ്. സമൂഹത്തിൽ അംഗീകാരം, സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സമയം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ്. വ്യാഴമാറ്റം, അതായത് മെയ് ആദ്യം മുതൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ നിലവിലെ ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ
പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് മറ്റു ജോലികൾക്ക് ശ്രമിക്കുന്നത് ശുഭകരമാകുന്നു. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. പല കലഹങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പരമ്പരാഗതമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം. ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം കടബാധ്യതകൾ പരിഹരിക്കുന്നതിൽ ഭാഗികമായാണ് എങ്കിൽ പോലും നിങ്ങൾ വിജയിക്കുന്നതാകുന്നു. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. വ്യാഴമാറ്റം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. കാരണം സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവും അംഗീകാരവും പ്രകടമാകുന്നതായ ഒരു സമയമാണ് ഇത്. പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം വിജയം കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രണയ സാഫല്യം, വിവാഹയോഗം എന്നിവ വന്നു ചേരും. സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചികിത്സാ മാറ്റത്തിലൂടെ പല കാര്യങ്ങളും പല രോഗങ്ങളും ഇവരുടെ ഭേദമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഉദ്യോഗസിദ്ധി, വളർച്ച എന്നിവ സാധ്യമായ ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ധനക്ലേശങ്ങൾ കുറയുന്നതായ അവസരമാണ് ഇത്. ന്യായമായ രീതിയിൽ സമ്പാദ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. സമാധാനം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണങ്ങൾ സാധ്യമാകും. ഈ സമയം തൊഴിൽപരമായ യാത്രകൾ അല്പം കൂടുതലാകുന്നു. എന്നാൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രയോജനം സിദ്ധിക്കും എന്ന് തന്നെ പറയാം. ഔദ്യോഗിക ജീവിതം തൃപ്തികരമായി തന്നെ തീരും. ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പ്രണയം, വിവാഹം, ദാമ്പത്യം ഇവയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. പിണങ്ങി പിരിഞ്ഞിരിക്കുന്നവർക്ക് പോലും വീണ്ടും ഇണങ്ങുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം സ്വത്ത്, സമ്പാദ്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ പോകുവാനുള്ള അവസരം സിദ്ധിക്കും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ വന്നു ചേരാം. സൗഹൃദം പുഷ്ടിപ്പെടുന്നതായ സമയമാണ് ഇത്. ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഋണബാധ്യതകൾ, കടബാധ്യതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു പരിധിവരെയെങ്കിലും വീട്ടുവാൻ സാധിക്കും. ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ദേഷ്യം അല്പം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം ദേഷ്യവുമായി ബന്ധപ്പെട്ട് പല സൗഭാഗ്യങ്ങളും തട്ടിത്തെറിച്ചു പോകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ക്ഷോഭം നിയന്ത്രിക്കപ്പെടുക തന്നെ ചെയ്യണം. സഹപ്രവർത്തകരെ പിണക്കുന്നത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. വരുമാനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ചെലവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. വീട് വിട്ട് താമസിക്കേണ്ടതായ സ്ഥിതി വന്ന് ചേരാവുന്നതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ധനപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമായ സമയമായതിനാൽ തന്നെ അത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു.
ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. വളരെയധികം ശ്രദ്ധിക്കണം എന്ന് തന്നെ പറയാം. കടബാധ്യതകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ജോലി നഷ്ടപ്പെടുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായി വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാം. ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ ഈ സമയം ദേഷ്യം വളരെയധികം നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാകുന്നു. നിയന്ത്രിക്കണം എന്ന് തന്നെ പറയാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരെ ഒരു കാരണവശാലും പിണക്കുവാൻ പാടുള്ളതല്ല. ഔദ്യോഗിക രംഗം അശാന്തമാകാം. കൂടുതൽ വരുമാനത്തിനായി ചില അനുബന്ധ ജോലികളിൽ കൂടി ഏർപ്പെടുകയും അത് അനുകൂലമല്ലാതായി തീരുകയും ചെയ്യാവുന്നതാണ്. ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അടയ്ക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും വന്നു ചേരാം. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കും അപകടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. വീട് വിട്ട് നിൽക്കേണ്ടതായ അവസ്ഥ പോലും വന്നു ചേരാം. വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരണം എന്നില്ല. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഈ സമയം വ്യാഴമാറ്റം അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ പ്രയാസങ്ങൾ പോലും വന്നു ചേരുന്നതിന് കാരണമായി തീരും. ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തിൽ തർക്കങ്ങൾ വർദ്ധിക്കാം. ക്ഷോഭം പെട്ടെന്ന് വർദ്ധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരും. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും. സൗഭാഗ്യം പോലും തട്ടിത്തെറിച്ചു പോകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും വിവാഹവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ സൗഖ്യം കുറയാം. ഈ സമയം സാമ്പത്തികപരമായി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരും. താൽക്കാലികമായി ജോലി ലഭിച്ചു എന്ന് വരാം. എന്നിരുന്നാൽ പോലും ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മമേഖലയിൽ പല രീതിയിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പോലും പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാനസികപരമായ വിഷമങ്ങൾക്ക് കാരണമായി തീരും. ഈ സമയം തീർച്ചയായും അനുകൂലമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും പ്രതികൂലമായി തീരുന്നതായ ഒരു സമയമാകുന്നു. തീർച്ചയായും ഈ സമയം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ കുറവാകുന്നു. ഈ സമയം അപകട സാധ്യതകൾക്ക് വളരെയധികം സാധ്യത കൂടുതലാണ്. അപകടങ്ങൾ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമായ കാര്യമാണ്. നിത്യവും മഹാമൃത്യുഞ്ജയ മന്ത്രം കൂടി ജപിച്ച് മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടും കഴിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല ദുരിതങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമല്ല എന്ന് തന്നെ പറയാം. കാരണം പല രീതിയിലുള്ള കാര്യങ്ങളും ഇവർക്ക് അനുകൂലമല്ലാതെ ഭവിക്കും. അലസത വന്നു ചേരാം. അത് കർമ്മരംഗത്തെ ബാധിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ സമയത്ത് ലഭിക്കണം എന്നില്ല. ബിസിനസ്സുകൾ നഷ്ടത്തിലാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ വന്നു ചേരാം. ഈ സമയം പല കാര്യങ്ങളും അനുകൂലമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പ്രതികൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കാലതാമസം പല കാര്യങ്ങളിലും വന്നു ചേരുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാകുന്നു. സഹോദരന്മാരായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. ഈ സമയം അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. പണയ വസ്തുക്കളുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം കുറയുന്നതാകുന്നു. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ
വന്നു ചേരും എങ്കിൽ പോലും ആ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപകട സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം സ്ഥിരോത്സാഹം ഇല്ലാത്തതായ അവസ്ഥ പോലും വന്നു ചേരും. സാഹസങ്ങൾ ചെയ്യുന്നതാകുന്നു, അത് അപകടങ്ങൾക്ക് കാരണമായി തീരും. ഈ സമയം പല വ്യക്തികളുടെയും അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യക്കുറവ് പല കാര്യങ്ങളിലും പ്രകടമാക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ മന്ത്രം 108 തവണ നിത്യവും ജപിക്കുന്നത് വളരെ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന നക്ഷത്രക്കാർ ഈ കാര്യം നിത്യവും ചെയ്യുവാൻ മറക്കാതിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.